أعوذ بالله من الشيطان الرجيم. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. അവസാനം നമ്മൾ പഠിച്ച ആയത്ത് 5-ാമത്തെ ആയത്താണ്. അത് മുഴുവനാക്കിയിട്ടില്ല. എല്ലാവരും ഒന്നുകൂടെ ആ ആയത്ത് നോദിക്കും. أعوذ بالله من الشيطان الرجيم. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. സൂറത്തുൽ ഹജ്ജിന്റെ 5-ാമത്തെ ആയത്തായിരുന്നു. അവിടെ പറയണ്ടായി അയ്യുഹന്നാസ് മനുഷ്യരേ കുന്തും ഫി റൈബിൻ മിനൽ ബഅസ്. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നാള്, രണ്ടാമതൊരു ജീവിതം മരണശേഷം സാധ്യമോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ. സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്. നിങ്ങൾ ആദ്യം നിങ്ങളെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആലോചിച്ച് നോക്കി. മനുഷ്യൻ മണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ ആദിമ സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത്. ഒന്നുമില്ലായിരുന്നല്ലോ, പിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിപ്പ് ആരംഭിച്ചതല്ലേ. സുമ്മ മിൻ നുത്ഫ, പിന്നീട് നുത്ഫത്തിലേക്ക് ഇന്ദ്രിയത്തുള്ളി, പിന്നീട് അലഖത്തൻ. അലഖത്ത് പറഞ്ഞാല് രക്തപിണ്ഡാണോ മാംസപിണ്ഡാണോ? രക്തപിണ്ഡം. പിന്നീട് ചെറിയൊരു മാംസ കഷ്ണം പോലത്തെ മാംസപിണ്ഡമാക്കി. മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, രൂപമുള്ളതും രൂപമല്ലാത്തതുമായ ഒരു മാംസ അവസ്ഥയിലേക്ക് വന്നിരുന്നു. ലിനുബയ്യിന ലക്കും, ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമാക്കി വിശദീകരിച്ചു തരാം. അപ്പൊ ഒന്നുമല്ലാത്ത മനുഷ്യൻ, ഒരു ചോരക്കട്ടയായിരുന്ന ആള് ഒരു പൂർണ്ണ മനുഷ്യനായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ രണ്ടാമതൊരു മനുഷ്യനാക്കുക എന്നുള്ളത് ഒരു സംശയവും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്.
പിന്നെ പറഞ്ഞ വാക്ക് നോക്ക്, വനുഖിറു ഫിൽ അർഹാം, ഗർഭപാത്രത്തിനുള്ളിൽ അവന് സ്ഥിരത കൊടുത്തു, ഉറച്ച താമസം കൊടുത്തു. മാനശാഉ ഇലാ അജലിൻ മുസമ്മ, നിശ്ചിത അവധി വരേക്കും. എത്ര ദിവസമാണെന്ന് പറഞ്ഞത്? ഗർഭകാലം പറഞ്ഞത് 280 ദിവസമാണ് ഒരു മനുഷ്യന്റെ ഗർഭാവസ്ഥയിലുള്ള താമസം. അങ്ങനെ ഒരു നിശ്ചിത താമസ സ്ഥല സമയം വരെ മാതാവിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ ഭക്ഷണം ആ ഭാര്യ അല്ലെങ്കിൽ മാതാവ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ ആ മാതാവിന്റെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിലൂടെ തന്നെ ഭക്ഷണമായിട്ട് ആ കുഞ്ഞിന് ലഭിക്കാണ്. വേറെ പുറത്തുനിന്നൊന്നും കഴിക്കാതെ ആ കാലം അവൻ ജീവിച്ചിരുന്നു. സുമ്മ, പിന്നീട് നുഖ്രിജുക്കും, നാം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു, പ്രസവത്തോടെ പുറത്തു കൊണ്ടുവന്നു. എങ്ങനെയാ കൊണ്ടുവരുന്നത്? തിഫ്ലൻ, ഒരു പൂർണ്ണ കുട്ടിയായിട്ട് പുറത്തു വന്നു. ഒന്നുമല്ലാത്ത നിങ്ങൾ ഒരു കുഞ്ഞായി കുറച്ചു കാലങ്ങൾക്ക് ശേഷം പുറത്തു വന്നല്ലോ. ഇത് രണ്ടാമത് ജീവിക്കുമെന്നതിന്റെ തെളിവാണ്. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, പിന്നെ സുമ്മ, പിന്നീട് ലിതബ്ലുഗു, നിങ്ങള് ബലഗ തബ്ലുഗു എന്ന് പറഞ്ഞ പൂർണ്ണ ദശ എത്തുക എന്നാണ്. പൂർണ്ണ ദശ, പൂർണ്ണ വളർച്ച. നിങ്ങൾ എത്തുകയും ചെയ്യുന്നു, അശുദ്ധക്കും, നിങ്ങളുടെ പൂർണ്ണ വളർച്ച, പൂർണ്ണ ദശയിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യുന്നു. കുട്ടിയിൽ നിന്ന് മാറി യുവത്വത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും പിന്നെ നിങ്ങൾ എത്തുന്നില്ലേ കൊല്ലങ്ങൾ കഴിയുമ്പോ? അതുപോലെയാണ് മനുഷ്യ, നിങ്ങളെ രണ്ടാമത് ഒന്നും ജീവിപ്പിക്കുക എന്നുള്ളതൊന്നും ഒരു സംശയം ആവശ്യമില്ല എന്നർത്ഥം. നിങ്ങൾ എത്തുന്നത് വരെ അള്ളാഹു ആക്കുന്നു. അശുദ്ധക്കും, നിങ്ങളുടെ പൂർണ്ണമായ ദശ, ഏറ്റവും ശക്തമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്ന രൂപത്തിൽ, അതായത് കുട്ടിയാകുമ്പോ കരയാൻ മാത്രമേ അറിഞ്ഞുള്ളൂ. പിന്നെ നിങ്ങൾ ഓടാനും ചാടാനും അഭ്യാസങ്ങൾ കാണിക്കാനൊക്കെ പറ്റുന്ന പൂർണ്ണമായ വളർച്ചയിലേക്ക് നിങ്ങളെ എത്തിച്ച റബ്ബിന് രണ്ടാമതൊരു ജീവിതം നൽകുക എന്നുള്ളത് പ്രയാസമല്ല, സംശയമല്ല. പിന്നെ അതിന്റെ ബാക്കിയാണ് ഇനി പറയാനുള്ളത്. അതൊന്ന് ഒതുക്കി അവിടുന്ന് അങ്ങോട്ട്. വമിൻകും മുതൽ വമിൻകും മൻ യുതവഫാ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ഓതുമ്പോ വമീൻകും, നൂന് സാക്കിന, വമീൻകും, പിന്നെ രണ്ട് മീം വന്നപ്പോ വമീൻകും മൻ യുതവഫാ വമീൻകും മൻ യുറദ്ദു ഇലാ അർദലി, ദാലിന് പുള്ളി ഉള്ളപ്പോ അർദലിൽ ഉമരി ലികൈ ലാ യഅലമ മിൻ ബഅദി, മിൻ ബഅദി അല്ല മിൻ ബഅദി, നൂന് സുക്കൂനുണ്ട്, തൊട്ടടുത്ത അക്ഷരം ബാ വന്നാൽ മിൻ ബഅദി. ഖുർആനിലല്ലേ ഒരു മീം കാണിക്കുന്നില്ല അവിടെ അല്ലേ? മിൻ ബഅദി ഇൽമിൻ ശൈഅ വതറൽ അർള ഹാമിദതൻ ഫഇദാ, ഹാമിദത്തൻ എന്ന് പറയാത്ത അവിടെ ആ തൻവീന് കൊടുക്കുമ്പോ തന്നെ ഒന്ന് മേലെയും ഒന്ന് ചെരിച്ച് താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഹാമിദത്തൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത്, അലൈഹൽ മാഅ ഇഹ്തസ്സത്, തുറന്നഹാണ്, ഇഹ്തസ്സത് വറബത് വഅംബതത്, അന്നല്ല അം, അംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്.
ഒന്നുകൂടി ഒരിക്കൽ വമിൻകും മുതൽ വമിൻകും മൻ യുതവഫാ വമിൻകും മൻ لكي لا يعلم من بعد علم شيئا فترى الأرض هامدة فإذا أنزلنا وربت وأنبتت من كل زوج بهيج. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിങ്ങളെ അല്ലാഹു അവസാനം ഒരു കുഞ്ഞായി പുറത്തു കൊണ്ടുവന്നു. നുഖ്രിജുക്കും തിഫ്ല ഐ ദഈഫൻ ഫീ ബദനിഹി, നിങ്ങൾ ഉമ്മയുടെ വയറ്റിനകത്ത് ഒരുപാട് ദഈഫായ ദുർബലനായിരുന്നു. വസംഇഹി വബസ്രിഹി വഹവാസിഹി വബത്ഷിഹി വഅഖ്ലിഹി, ബുദ്ധിയും കഴിവും ശേഷിയും കേൾവിയും കാഴ്ചയൊക്കെ കുറവായിരുന്നു നമുക്ക് വയറിനകത്ത്. പിന്നെ നിങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ പതുക്കെ ഓരോന്നോരോ കഴിവും ശേഷിയും നടത്തും ഇരുത്തും അങ്ങനെ ഓരോന്നോരോന്നോരോ നിന്നു. വയൽതഫുബിഹി, അള്ളാഹു ഭയങ്കര സ്നേഹ വാത്സല്യങ്ങൾ നിങ്ങൾക്ക് നൽകി. വയുഹന്നിനു അലൈഹി വാലിദൈഹി, അവന്റെ മാതാപിതാക്കൾക്ക് കുഞ്ഞിനോട് വാത്സല്യം അള്ളട്ട് കൊടുത്താണ്. രാത്രിയിലും പകലിലും എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ആ കുഞ്ഞിനെ എറിയാതെ കൊല്ലാതെ കളയാതെ കൊണ്ടു നടക്കാൻ അള്ളാഹു മാതാപിതാക്കൾക്ക് ഇട്ടുകൊടുത്തൊരു സ്നേഹവാത്സല്യുണ്ട്. നല്ല പൂർണ്ണമായ ശക്തിയിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് നിങ്ങളെ അള്ളാഹ് ആക്കി തന്നു. നല്ല യുവത്വം നൽകി. നല്ല പ്രകടനത നൽകി. നല്ല കാണുമ്പോൾ തന്നെ നമ്മൾ പറയും ഒരു കാഴ്ച, നല്ലൊരു ആരോഗ്യവാൻ ജെന്റിൽമാൻ ലുക്കിലേക്ക് നിങ്ങളെ അള്ളാഹ് മാറ്റി. എന്നാൽ വമിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർ മരണമടയുന്നവരാണ്. വഫാത്ത് എന്ന് പറയില്ലേ, വഫാത്ത് എന്നുള്ള വാക്കുന്നാണ് യതവഫ എന്നുള്ള വാക്ക് വരും. വമിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, മയ്യുതവഫ, അവർ മരണമടയുന്നവരാണ്. എപ്പോ അവരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർ മരണമടയുന്നവരാണ്. എപ്പോൾ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ മരിക്കുന്ന ആൾക്കാരുണ്ട്, യുവത്വത്തിൽ മരിക്കുന്നവരുണ്ട്. വമിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, മയ്യുറദ്ദു, അവർക്ക് ഒഴിവാക്കി വിടപ്പെടുന്നതാണ്. യുറദ്ദു, തള്ളിവിടുക, ഒഴിവാക്കി വിടുക. ഇലാ അർദലിൽ ഉംർ, ഏറ്റവും അറുതലായ ദുർബലമായ പ്രായത്തിലേക്ക്. ഉമർ എന്ന് പറഞ്ഞ പ്രായം, അറുതൽ എന്ന് പറഞ്ഞ ഏറ്റവും ദുർബലമായ വയസ്സായി വടി പിടിച്ച് നടന്ന് പിന്നെ വടിയും കൊണ്ട് നടക്കാൻ പറ്റാതെയായി പിന്നെ ആള് പിടിച്ചു നടക്കുന്ന ഏറ്റവും ദുർബലമായ വാർദ്ധക്യത്തിൽ എത്തിയിട്ട് മരിക്കുന്നവരുണ്ട്. ഏതാണ് പടച്ചോൻ നമ്മളെ കാര്യത്തിൽ തീരുമാനിച്ചതെന്ന് അറിയാൻ കഴിയില്ല. എല്ലാവരും വാർദ്ധക്യത്തിൽ തന്നെ മരിക്കും എന്നല്ല പറഞ്ഞത്. ചിലർ ചെറുപ്പത്തിൽ, യൗവനത്തിൽ, യുവത്വത്തിൽ മരിക്കും. നമുക്കിടയിലെ എത്രയോ ആളുകൾ, എത്രയോ പ്രവർത്തകന്മാർ, എത്രയോ നമ്മുടെ അധ്യാപകന്മാർ, ഫാക്കൽറ്റികൾ, പണ്ഡിതന്മാരായിട്ടുള്ളവരൊക്കെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടവരില്ലേ? പാലക്കാട് ജില്ലയിൽ ഞങ്ങൾക്ക് അറിയാം, നമ്മളൊക്കെ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫഹമി ഫറാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് കുടുംബമൊത്ത് സഞ്ചരിക്കുന്ന സമയത്ത് ആക്സിഡന്റ് പറ്റുകയും അദ്ദേഹം മരിക്കുകയും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പകാലത്ത് അദ്ദേഹം കണ്ട ഒരു വ്യക്തിയും അദ്ദേഹത്തിനെ മറക്കൂല. ആർക്കും അദ്ദേഹത്തെ പരിചയമാണ്. എല്ലാവരോടും സംസാരിക്കും, ചിരിച്ചു വർത്താനം പറയും. ഏത് യോഗത്തിന് പോയാലും മൂപ്പൻ എന്തെങ്കിലും ഒന്ന് പറയും.
അദ്ദേഹം പെട്ടെന്ന് വിട പറഞ്ഞു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. സുലൈമാൻ അൽ ഹിക്കമി, നമ്മുടെ ഇങ്ങോട്ടത്ര വന്നിട്ടുണ്ടാവില്ല. സുലൈമാൻ അൽ ഹിക്കമി, ഹിക്കമി ബിരുദം നേടി കോളേജിൽ നിന്ന് പുറത്തിറങ്ങി പിന്നീട് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ വെച്ചൊരു അസുഖം, ഇൻഫെക്ഷനും എല്ലാം കൂടെ കയറി വന്ന് തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ അവിടെ വെച്ച് മരിക്കേണ്ടായത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. എത്ര സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. 20, 21, 22 നല്ല പ്രസരിപ്പുള്ള നല്ല നല്ല പ്രായത്തിൽ മരിക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മുടെ യുവാക്കൾക്ക് കൊടുക്കേണ്ട താക്കീതാണ്. നല്ല പ്രസരിപ്പുള്ള നല്ല ഓടി നടക്കുന്ന പ്രായത്തിൽ ഈ ലോകത്തുനിന്ന് മരിക്കുന്നവരുണ്ടെന്ന് ഖുർആൻ. എന്നാൽ ചിലരുണ്ട് അവർ വാർദ്ധക്യത്തിലേക്ക് നീളും. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്കും ഒരു വാർദ്ധക്യം വരും. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നീറ്റ് നടക്കാൻ കഴിയാത്തൊരു കാലം വരും. അതുകൊണ്ടാണ് ഉമ്മാനി വാപ്പാനി വാർദ്ധക്യത്തിൽ നന്നായി പരിചരിക്കണം എന്ന് പറഞ്ഞു. എന്തിനാ? നാളെ നിനക്കിത് വരുണ്ടോ? നിന്റെ കുട്ടികൾ ഇത് കാണുന്നുണ്ട്. നിന്റെ മക്കൾ ഇങ്ങനെ വയസ്സായ ഉമ്മാനി വാപ്പാനി നോക്കുന്ന രംഗം ഇങ്ങനെ കണ്ടുപഠിക്കണം. ക്ലാസ്സിൽ തോൽക്കല്ലോ, കണ്ടുപഠിക്കണം. മാതാപിതാക്കളെ പരിചരിക്കുന്ന രീതി ഇവിടെ ഖുർആൻ പറയാണ്. ചിലർക്ക് അങ്ങനെ അർദലിൽ ഉമറിലേക്ക് എത്തും. ശൈഖൂഹ തഫ്സീറിൽ പറയാണ്. ശൈഖൂഹ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. വൽ ഹറം, ഏറ്റവും കഠിന പ്രയാസം അനുഭവിക്കുന്ന വൃദ്ധ അവസ്ഥ. വളഅഫൽ ഖുവ്വ, നേരത്തെ നല്ല യുവത്തുണ്ടായിരുന്ന ആള് ശക്തി ഇങ്ങനെ ക്ഷയിക്കാൻ തുടങ്ങി. വൽ അഖില, ബുദ്ധി പലതും പറഞ്ഞാൽ ഓർമ്മയില്ലാതെയായി. വൽ ഫഹ്മ, പറഞ്ഞാൽ മനസ്സിലാകാതെയായി, കേൾക്കാതെയായി. ചിന്തയും ശേഷിയും എല്ലാം ദുർബലനായ ഒരു കുഞ്ഞിനെ പോലെ അയാൾ മടങ്ങിപ്പോവാണ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ. അവൻ അറിയാതിരിക്കുമാർ, വയസ്സാകുമ്പോ അവൻ അറിയാതിരിക്കുമാർ ആകും. മിൻ ബഅദി ഇൽമിൻ, അറിവ് ഉണ്ടായതിന് ശേഷം യാതൊന്നും എല്ലാം അറിഞ്ഞ ആളാണ്. ഇപ്പൊ അയാള് ഒന്നും അറിയണില്ല. ഇതാരാ വന്നിരിക്കണെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഓർമ്മയില്ല. എടുത്ത മരുന്ന് എവിടെ വെച്ചിരിക്കണെന്ന് ചോദിച്ചാൽ അയാൾക്ക് അറിയില്ല. എൻ്റെ കൂടെ ഉംറക്ക് പോകുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കൂടെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വാപ്പാന്റെ എന്താ അവസ്ഥ എന്തൊക്കെയെന്ന് ചോദിച്ചപ്പോൾ മക്കള് പറയാണ് വാപ്പാന്റെ കൂടെ 2 ആള് വേണം. എന്താ വാപ്പാക്ക് എന്താ കണ്ടാൽ ഒരു കുഴപ്പമില്ല. അദ്ദേഹം മരുന്ന് കുടിക്കാൻ വേണ്ടി 4-5 ഐറ്റം മരുന്നുകളുണ്ട്. അപ്പോൾ ഓർമ്മയില്ലാതെ നേരത്തെ 10 മിനിറ്റ് മുമ്പ് ഗുളിക കുടിച്ച് കഴിച്ചിട്ടുണ്ടാവും. എന്നാലും അദ്ദേഹം മറന്നിട്ട് പിന്നെ പോയിട്ട് എടുത്തിട്ട് ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല എന്ന ധാരണയിൽ ആ ഡോസ് കൂടിയ മരുന്ന് പിന്നെയും കഴിക്കും. അപ്പൊ ഒരാള് മരുന്ന് എടുത്ത് കയ്യിൽ കൊടുത്തെങ്കിൽ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു മക്കള് പിന്നാലെ നടക്കുക. എടുത്ത വസ്തുക്കൾ ഓർമ്മ ഉണ്ടാവില്ല, പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടാവില്ല. ചില സമയത്ത് പെട്ടെന്ന് കറങ്ങി വീഴാം. അപ്പൊ ഇങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്യും? ഒരു കാലത്ത് എല്ലാം അറിഞ്ഞിരുന്ന ഒരാൾ പിന്നീട് പതുക്കെ ഒന്നും അറിയാതെയും ഓർമ്മയില്ലാതെയും ആകുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ വരും. പക്ഷെ ഖുർആനിലെ സൂറത്ത് റൂമിന്റെ 54-ാമത്തെ ആയത്തിൽ പറയുന്നത് അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ, ദുർബലതയിൽ നിന്ന് നിങ്ങളെ പടച്ചു. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നെ നിങ്ങൾക്ക് ശക്തി തന്നു. പിന്നെ ശക്തിയിൽ നിന്ന് നിങ്ങൾ വീണ്ടും ദുർബലനായി മാറുന്നു. അതേ കുട്ടിക്കാലത്ത് ഒരു ദുർബലത, പിന്നെ യുവത്വത്തിന്റെ ശക്തി, പിന്നെ വാർദ്ധക്യത്തിന്റെ ദുർബലത, വീണ്ടും മടങ്ങി പോവുകയാണ് നമ്മൾ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന പോലെ സൃഷ്ടിക്കുന്നവനാണ്. എന്നിട്ട് ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്, മനുഷ്യ എന്നിട്ട് നിങ്ങൾ പറയാണ് നിങ്ങളെ രണ്ടാമത് സൃഷ്ടിക്കൂല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വിവരമില്ലായ്മയാണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം പറയാണ്. عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ഇനി ഈ രണ്ടാമതൊരു ഉദാഹരണം നോക്കിക്കോ. വതറ, നീ കാണുന്നില്ലേ,
അൽ-അർള ഈ ഭൂമിയെ, ഹാമിദത്തൻ ഈ ഭൂമിയെ നീ കാണുന്നില്ലയോ ഹാമിദത്തായ അവസ്ഥയിൽ. ഹാമിദ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയ എന്നാണ് അർത്ഥം. ഡ്രൈ ആയ, ഒന്നുമില്ലാത്ത, ഒരു ചെടിയും മുളക്കാത്ത അവസ്ഥക്കാണ് ഹാമിദത്ത് എന്ന് പറയാം. ഹാ മാറിയാൽ വേറെ അർത്ഥം. ഹമീദ് ഹാമിദത്ത് വേറെയാണ്. ഹാ എന്നുള്ളത് പറഞ്ഞാല് ഹാമിദ, ഡ്രൈ ആയ ഒരു സാധനം ചെടിയോ കൃഷിയോ മുളക്കാത്ത ഭൂമിക്കാണ് ഹാമിദ എന്ന് പറയാം. നീ ഭൂമിനെ കണ്ടിട്ടില്ലേ? അത് ഹാമിദത്ത് അവതറൽ അർള, നീ ഭൂമിയെ കാണുന്നില്ലേ ഹാമിദത്തൻ, അത് ഉണങ്ങി വരണ്ട അവസ്ഥയുള്ള സമയം. എന്നാൽ ഫഇദാ അൻസൽനാ, നാം അവിടേക്ക് ഇറക്കിയാൽ, അലൈഹ അതിന്റെ മേൽ, ആ സ്ഥലത്ത്, അൽ മാ വെള്ളത്തെ ഇറക്കിയാൽ, ആ വെള്ളം ഏതാ? മഴ. ഒരു മഴ പെയ്താൽ, ഉണങ്ങിയ മണ്ണിലേക്ക് ഒരു മഴ പെയ്യുന്നത് നീ കണ്ടിട്ടില്ലേ? മഴ പെയ്താലോ ഇഹ്തസ്സത്, ആ ഉണങ്ങിയ മണ്ണ് ഇഹ്തസ്സത്, ആ വാക്ക് പറയുമ്പോ തന്നെ അതിലുണ്ട് അതിന്റെ അർത്ഥം. ഇഹ്തസ്സത്, അങ്ങനെ ഇളകി മറിയ, ആ മണ്ണ് കൊണ്ട് ഇളക്കം വന്നിട്ട് അതിന് പതുക്കെ പൊട്ടി പുറപ്പെടുന്നില്ല. ഇഹ്തസ്സത്, അത് ഇങ്ങനെ ഇളകി സ്ഫുരിക്കുന്ന അവസ്ഥയിലേക്ക് ആ മണ്ണ് മാറുന്നു. വറബത്, എന്നിട്ട് പിന്നെ അത് ചീർത്ത് പൊന്തുന്നു. ആ മണ്ണിൽ നിന്ന് പതുക്കെ ഇങ്ങനെ വിത്തുകളൊക്കെ ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് ചീർത്ത് പൊന്താൻ തുടങ്ങുന്നു. ആ മണ്ണ് പിന്നീട് ഉൽപാദിപ്പിക്കാനും മുളപ്പിക്കാനും തുടങ്ങുന്നു. ഒന്നുണ്ടായിരുന്നില്ല അവിടെ. ഒരു മഴ പെയ്തപ്പോൾ അവിടെ നിന്ന് ഇളകി മറിഞ്ഞ മണ്ണ്, പതുക്കെ ചീർത്ത് പൊന്തിയ വിത്ത് പിന്നീട് ഇങ്ങനെ ഉൽപാദിപ്പിക്കാൻ തുടങ്ങുന്നു. മിൻ കുല്ലി സൗജിൻ, എല്ലാ ഇണകളെയും, ബഹീജിൻ കൗതുകമുള്ള, വിവിധങ്ങളായ, ബഹീജ് കൗതുകമുള്ള, ബഹ്ജ കൗതുകം ഉണ്ടാക്കുന്ന സാധനം, ബഹീജ്. അതായത് നോക്കി നിങ്ങൾ, ഒരേ മണ്ണിന്ന് വിവിധ കളറുള്ള ചെടികൾ, വിവിധ നിറമുള്ള പുഷ്പങ്ങൾ, വിവിധ രുചിയുള്ള പച്ചക്കറികൾ, വിവിധ ടേസ്റ്റുള്ള പഴങ്ങൾ, നോക്കി ഒരേ മണ്ണിൽ നിന്ന് ബഹീജായ ഇണകളെ, കൗതുകമുള്ള വ്യത്യസ്തങ്ങളായ ഇണകളെ ആ ഭൂമിയിൽ നിന്ന് അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നത് രണ്ടാമത് ഖിയാമത്ത് നാളിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ഖുർആൻ വീണ്ടും പറഞ്ഞു, ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഹഖാണ്. ذلك بأن الله هو الحق. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. അഞ്ച് അന്ന വെച്ചിട്ടാ പറയുന്നത്. അഞ്ച് കാര്യങ്ങൾ അന്ന ഉറപ്പാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അന്ന എന്ന് ഉപയോഗിക്കുക. ذلك بأن الله هو الحق
وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور ذلك അത് തൊട്ടുമുകളിൽ പറഞ്ഞ ആ കാര്യങ്ങൾ ബി അന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു ആയതുകൊണ്ട് എല്ലാം ചെയ്തത് അല്ലാഹു ആയതുകൊണ്ട് ഹുവൽ ഹഖ് അവൻ സ്ഥിരമായുള്ളവനാണ് അവൻ ഹഖായിട്ടുള്ളവനാണ് അവൻ യഥാർത്ഥമായിട്ടുള്ളവനാണ് വ്യാജല്ല ഇല്ലാത്തതൊന്നല്ല ഉള്ളത് തന്നെയാണ് മുബീനായ വ്യക്തമായ ലാഹിറായ അല്ലാഹയാണ് രണ്ടാമത്തേത് വഅന്നഹു അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാണ് യുഹീൽ മൗത ദാനത്തം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രാർത്ഥനയിൽ യുഹീ വ യുമീതു അല്ലേ യുഹീൽ മൗത എന്ന് പറഞ്ഞാലോ മരിച്ചവരെ ജീവിപ്പിക്കും യുഹീ ജീവിപ്പിക്കുക അൽ മൗത മരിച്ചവരെ അവനാണ് തീർച്ചയായും ജീവിപ്പിക്കുന്നത് അവനത് കഴിയും മൂന്നാമത്തേത് വഅന്നഹു തീർച്ചയായും അവനാണ് അലാ കുല്ലി ഷൈഇൻ ഖദീർ അർത്ഥം എല്ലാത്തിനും കഴിയും ഈ കാര്യം മാത്രം ഇങ്ങനെ നടക്കാതിരിക്കുന്നത് എല്ലാ ആകാശം ഭൂമി നക്ഷത്രങ്ങൾ ഈ ലോകമണ്ഡലങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച അല്ലാഹ്ക്ക് എല്ലാത്തിനും കഴിയും അന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു അലാ കുല്ലി വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ഖാദിർ ഖദീർ മുഖ്തദിർ കഴിവുള്ളവൻ ഖുദ്റത്തുള്ളവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരെ ജീവിപ്പിച്ചിട്ടില്ലേ ഉണ്ട് നടക്കാത്തത് നടന്നിട്ടില്ലേ ഉണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലേ ഉണ്ട് മാതാവില്ലാതെ പിതാവില്ലാതെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഭർത്താവില്ലാതെ അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്ഭുതകരമായ പലതും നടക്കൂല എന്ന് വിചാരിച്ചത് നടന്നിട്ടുണ്ട് ലോകത്ത് അതൊക്കെ അള്ളാഹുവിന് കഴിവുള്ളതാണ് നാലാമത്തെ കാര്യം തീർച്ചയാണ് ഒരു സാഅത്ത് വരും ഒന്നാമത്തെ ആയത്തിൽ പഠിച്ച വാക്കാണ് അന്ത്യനാള് ആതിയത്തുൻ വരുന്നതാണ് ലാ റൈബ ഫീഹാ സംശയിക്കണ്ട ഖുർആൻ അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നിടത്ത് പറയും ലാ റൈബ ഫീഹാ അതിൽ നിങ്ങൾ സംശയിക്കണ്ട ഉദാഹരണത്തിന് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഈ കിതാബ് അല്ലാഹുവിന്റെ കിതാബാണ് സംശയിക്കണ്ട ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് പറയുന്ന പല 2-3 ആയത്തുകൾ പറഞ്ഞു വഅന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ അതിൽ സംശയിക്കണ്ട അഞ്ചാമത്തെ കാര്യം അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു അന്ന എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന ഇസ്മിന് ഫത്ഹ് അവസാനം വേണം അന്നല്ലാഹ അന്നൽ ഖാലിഖ അന്നർ റാസിഖ അന്ന മുഹമ്മദൻ അങ്ങനെ വരിക അന്ന വന്നു കഴിഞ്ഞു അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യബ്അസു അടോ വീണ്ടും അതേ വാക്ക് പറഞ്ഞു യബ്അസു ഉയർത്തെഴുന്നേൽപ്പിക്കും ആരെ മൻ ഫിൽ ഖുബൂർ ഖബറിലുള്ളവരെ മൊത്തം അല്ലാഹു തആല രണ്ടാമത് എഴുന്നേൽപ്പിക്കും സംശയം വേണ്ട അല്ലാഹു അതിന് കഴിവുള്ളവനാണ് വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അല്ലാഹുവിന് ഈ ഭൂമിയിലെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് മഴ പെയ്യിപ്പിച്ച് അത്ഭുതകരമായ വർണ്ണങ്ങൾ നിറഞ്ഞ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഭൂമിക്ക് അപ്പുറത്ത് നിന്റെ അടിയിൽ കിടക്കുന്ന മണ്ണിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ അല്ലാഹു അൽ ഖാലിഖൽ മുദബ്ബിറുൽ ഫഅാലു ലിമാ യശാ ഉദ്ദേശിച്ചതൊക്കെ നടത്താൻ കഴിവുള്ളവനാണ് അല്ലാഹു
ചെടികളെ മുളപ്പിച്ച പോലെ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. ഇന്നല്ലദീ അഹ്യാഹാ ലിമുഹ്യിൽ മൗത ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ സൂറത്തുൽ ഫുസ്സിലത്തിലായത്. പിന്നെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഈ സൂറത്തിലാ യാസീൻ സൂറത്തിലെ എത്രാമത്തെ ആയത്താ? 82-ാമത്തെ ആയത്ത്. സൂറത്ത് യാസീനിലെ 82-ാമത്തെ ആയത്ത്. ഏത് ഒരു വസ്തുവിനോടും ഉണ്ടാകൂന്നൊന്ന് പറഞ്ഞാൽ മതി, അത് നടക്കും. കുഞ്ഞെന്ന മതി, അത് സംഭവിക്കും. ഞങ്ങൾക്കൊരു സംശയം, ഒരു ഊഹം, ഒരു ഇക്കശക്കുണ്ടല്ലോ, ഒന്നും വേണ്ട. നിങ്ങൾ ഖബറിന്റെ ഉള്ളിൽ എല്ലും പൊടി നുരുമ്പിച്ച് കഷ്ണങ്ങളായി തീർന്നാലും നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ദ്രവിച്ച് നുരുമ്പിച്ച ഈ അസ്ഥികൂടത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരുന്ന ചോദിക്കുന്നവരോട് പറയണം നബിയെ, എല്ലാത്തിനും അല്ലാഹുവിന് കഴിയും. എല്ലാത്തിനും അല്ലാഹുവിന് കഴിയും. രണ്ടായത്തെ കൂടി ഒന്നുകൂടെ ഓദിക്കേ. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. ഖബറിനകത്തുനിന്ന് രണ്ടാമതും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും നമ്മളെ. ബർസഖ്, പരലോകം, ഖബർ ഓർമ്മപ്പെടുത്തിയാണ് ആ ആയത്തുകൾ അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീണ്ടു വിശാലമായി കിടക്കുന്ന ബർസഖിന്റെ ലോകത്ത്, പരലോകത്ത് നമ്മെ എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. ഇസ്ലാമിക കർമ്മശാസ്ത്ര വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നജസ് വൃത്തിയാക്കുക എന്നത്. പ്രധാനമായും 3 തരം നജസാണുള്ളത്. എത്ര? 3 തരം നജസ്. മാലിന്യം എന്ന് പറയും. നജസ് എന്ന് പറഞ്ഞാൽ മാലിന്യം. 3 തരം നജസുകൾ. ഒന്ന് മുഗല്ലത്ത്. നല്ല കട്ടിയുള്ള സ്ട്രോങ് ആയ നജസ്. ഉദാഹരണത്തിന് 7 പ്രാവശ്യം കഴുകേണ്ടതൊക്കെ ഉണ്ടാവും ചിലത്. ഏതാ? നായ മൂക്ക് കൊണ്ട് തല കൊണ്ട് സ്പർശിച്ച സംഭവം മുഗല്ലത്തായ നജസ്. അത് വെറുതെ വെള്ളം ഒഴിച്ചാൽ തീരില്ല. സ്ട്രോങ് ആയ നജസിനാണ് മുഗല്ലത്തോ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഒരു നജസ് ഉണ്ട്, അത് കുറച്ച് കുറഞ്ഞ ഐറ്റം. സ്ട്രോങ് ഒന്ന് കുറഞ്ഞത് മൂത്രം. അതൊന്ന് കഴുകി വൃത്തിയാക്കിയ 2 പ്രാവശ്യം കഴുകിയ നല്ലപോലെ അതിന്റെ ആ മണവും ആ മാലിന്യൊക്കെ പോകില്ലേ. മുഖഫഫ്. മൂന്നാമത്തേത് മുത്തവസ്സിത്ത്, ഒരു മീഡിയം. കാഷ്ടം. അത് 1 പ്രാവശ്യം കഴിയാണ്ട് പോകില്ലല്ലോ. നന്നായിട്ട് ഒന്നും കൂടി നല്ലപോലെ വൃത്തിയാക്കി 7 പ്രാവശ്യം കഴിക്കണമെന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ് തന്നെയാണ്. മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ പ്രധാനമായ നജസുകളെ ഈ 3 എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു 8 ഐറ്റം വസ്തുക്കൾ നജസായിട്ട് നമ്മൾ കാണണം. ആ നജസ് നമ്മുടെ വീട്ടില്, വസ്ത്രത്തില്, ശരീരത്തില്, നിസ്കരിക്കുന്നിടത്തൊന്നും സംഭവിക്കാതെ ഉണ്ടാകാതെ വൃത്തിയാക്കേണ്ടത് ബാധ്യതയാണ്. ഒന്ന് മനുഷ്യന്റെ മാലിന്യമാകുന്ന മൂത്രം, കാഷ്ടം, ഛർദിച്ചത്. ഇത് 3 സാധനങ്ങളും നജസാണ്. അത് എത്രയും വേഗത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? വൃത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ മൂത്രം എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോ മുല കുടിക്കുന്ന ഒരു ആൺകുട്ടി
ആ കുട്ടി ഭക്ഷണം ഒന്നും കഴിക്കാറില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മടിയിൽ ഒരു ആൺകുട്ടി മൂത്രമൊഴിച്ചു. എന്ത് ചെയ്യണ്ടേ? അവിടെ ലേശം വെള്ളം എടുത്തിട്ട് വെള്ളം ഒഴിക്കണം എന്നില്ല, ആ ഭാഗത്തേക്ക് വെള്ളം ഒന്നിങ്ങനെ സ്പ്രേ ചെയ്യിപ്പിച്ചാൽ കുടഞ്ഞാൽ മതി, ആ നജസ് നീക്കം ചെയ്യപ്പെടും. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ആൺകുട്ടിയാണെങ്കിലോ കഴുകിട്ട് തന്നെ കളയണം. എന്റെ ഫത്വയല്ല, ഫിഖ്ഹിൽ വന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യണം? നന്നായിട്ട് കഴുകി ആ ഭാഗം വൃത്തിയാക്കേണ്ട വേണം. അതാണ് നജസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതിൽ പറയുന്നത്. രണ്ട്, നമ്മള് ഭക്ഷണമായി കഴിക്കുന്ന മൃഗങ്ങളുടെ രക്തം ഉണ്ടല്ലോ, നമുക്ക് ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റും, ആ ഭക്ഷണം നമുക്ക് നജസല്ല, എന്നാൽ അതിന്റെ രക്തം നമുക്ക് എന്താണ്? നജസാണ്. അത് കുടിക്കാനും കഴിക്കാനും പാചകം ചെയ്യാനൊന്നും പറ്റുകയില്ല എന്ന് പ്രത്യേകമായി മനസ്സിലാക്കുക. മൂന്ന്, നമുക്ക് കഴിക്കാൻ പറ്റാത്ത ചില സാധനങ്ങൾ ഉണ്ടാവും. പൂച്ച, എലി പോലത്തെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളുടെ മൂത്രം, കാഷ്ടം എന്നിവ നജസാണ്. അത് പൂർണ്ണമായും നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. നാലാമത്തത്, എല്ലാ ശവവും നമുക്ക് നജസാണ്. 2 ശവം ഒഴികെ മത്സ്യവും പിന്നെ വെട്ടുകിളി, ജറാദ് എന്ന് പറയുന്ന സാധനം ചത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ, എടുത്ത് കഴിക്കാൻ പറ്റും. എന്നാൽ കോഴി ചത്താൽ തിന്നാൻ പറ്റൂല, പോത്ത് ചത്താൽ തിന്നാൻ പറ്റൂല. ശവം നജസാണ്. ടോട്ടൽ 2 അതിന് ഒഴിവാക്കിയിട്ടുണ്ട്. അഞ്ചാമത്തേത് മതി എന്ന് പറയുന്ന നമ്മുടെ പിന്നെ മൂത്രമൊഴിക്കുന്ന ഭാഗത്തുകൂടെ വരുന്ന ഒരു വെളുത്ത നിറത്തിലുള്ള, ചിലപ്പോൾ ഈ ലൈംഗികമായ ചിന്തകളോ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുകയോ വികാരങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പാനീയമാണ് മതി എന്ന് പറയുന്നത്. അത് നജസാണ്. അത് വന്നാൽ കഴുകണം, വൃത്തിയാക്കണം. കുളിക്കേണ്ടതില്ല, കഴുകി വൃത്തിയാക്കണം. അത് ഡ്രസ്സിലായ ഡ്രസ്സ് കഴുകി വൃത്തിയാക്കണം. 6, വതി. കേട്ടിട്ടുണ്ടോ? വതി പറഞ്ഞാല് ചില ആൾക്കാർ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാല് മൂത്രം അങ്ങനെ കഴുകി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കാണാൻ എന്തൊരു സാധനം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കും. മൂത്രത്തിനോടനുബന്ധിച്ച് വരുന്നതാണ്. അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വതി എന്ന സംഭവം വന്നാൽ അത് നജസ് തന്നെയാണ്. എന്ത് ചെയ്യാൻ? കഴുകണം, വൃത്തി ഉണ്ടാക്കണം, ഒതുണ്ടാക്കണം. അത് പുറപ്പെട്ടാൽ അയാൾ ഒതുണ്ടാക്കണം. അപ്പൊ വതിയും നജസിൽപ്പെട്ടതാണ്, കഴുകണം, വൃത്തിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ, നമ്മുടെ ശരീരം നജസല്ല, പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം വന്നാൽ, മൂക്കിലൂടെ വായിലൂടെ രക്തം വന്നു കഴിഞ്ഞാൽ അത് നജസാണ്, അത് കഴുകേണ്ടതുണ്ട്. പിന്നെ ആർത്തവകാരിയുടെ കാര്യം പ്രത്യേകം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവള് പിന്നെ കഴുകിയാൽ പോരാ, കുളിച്ച് വൃത്തിയായി ശുദ്ധിയാകേണ്ടതുണ്ട്, ആ നജസ് പൂർണ്ണമായും മാറാൻ. ചുരുക്കത്തിൽ പണ്ഡിതന്മാര് പറയാണ്, നമസ്കരിക്കുന്ന സ്ഥലം, ശരീരം, അതുപോലെ തന്നെ അയാളുടെ വസ്ത്രം പൂർണ്ണമായും നജസിൽ നിന്ന് മുക്തമാകണം. ഒരാള് നമസ്കരിക്കുന്നതിന് മുമ്പ് വരെ അയാൾ ഒന്നും കണ്ടിട്ടില്ല, നജസൊന്നും കണ്ടില്ല. അയാൾ നമസ്കരിക്കാൻ വേണ്ടി തുടങ്ങി സുജൂദിക്ക് പോകുന്ന സമയത്ത് അവിടെ എന്തോ ഒരു നജസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? നിസ്കാരം തുടങ്ങി, നിസ്കാരം സുജൂദ് പോകുന്ന സമയത്താണ് ഇങ്ങനെ മണത്ത് നോക്കുമ്പോ ഭയങ്കര മണം. അപ്പോഴാണ് കുട്ടി മൂത്രവെച്ചത് ഓടേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയുന്നത്. ഒന്നുകിൽ അയാൾ ആ സ്ഥലം മാറണം, അല്ലെങ്കിൽ അയാളുടെ നമസ്കാരം അയാൾ അവസാനം. കാരണം നജസ്സുള്ള സ്ഥലത്ത് നിസ്കാരം സ്വഹീഹാവൂല, അയാൾ മാറ്റി നമസ്കരിക്കേണ്ടി വരും അർത്ഥം. ശരി, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ അറിവുകളെ വിശാലമാക്കി തരികയും ഒരുപാട് തെറ്റുകളെ, അറിവില്ലായ്മകളെ, അബദ്ധങ്ങളെ തിരുത്താനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി, അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബ ജീവിതത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയങ്ങളും ഉയർച്ചയും നൽകുമാറാകട്ടെ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته